ഈ ജൂൺ മാസത്തിലെ വിവിധ മലയാളം സിനിമകളുടെ ഇതുൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഉർവശി പാർവതി കോമ്പോയിൽ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ ഉള്ളൊഴുക്ക്. ഇന്ന് ചിത്രത്തിന്റെ 6ാം ദിവസം സിനിമ കളക്ഷൻ വർധന കേരളത്തിൽ നേരിടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 13 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 25 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ അങ്ങനെ ഇന്നത്തോടെ 2 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നാളെയാണ് സിനിമ ഗൾഫ് നാടുകളിൽ റിലീസ് ചെയ്യുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഉള്ളൊഴുക്ക് പോലെ തന്നെ ഇന്ന് കളക്ഷൻ വർധന നേടിയെടുത്ത മറ്റൊരു മലയാളം സിനിമയാണ് ബിജു മേനോൻ സുരാജ് വെഞ്ഞാറമൂട് കോമ്പോയിലെത്തിയ നടന്ന സംഭവം. ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിൽ താഴെയായിരുന്നെങ്കിൽ ഇന്ന് 11 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തോടെ നടന്ന സംഭവം കേരള കളക്ഷൻ 1,75 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുന്നതാണ്. 2 കോടി കേരള കളക്ഷനിലേക്ക് ഉടനെ എത്തുന്ന നടന്ന സംഭവത്തിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ. ഇന്ന് മമ്മൂട്ടി ചിത്രം ടർബോയുടെ 35ാം ദിവസമാണ് തിയേറ്ററുകളിൽ. സിനിമ ഇന്ന് കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 1,38,000 മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 1,48,000 മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. മഹാരാജ എന്ന വിജയ് സേതുപതി സിനിമയും പതിവ് പോലെ ഇന്ന് മികച്ചൊരു ഹോൾഡോട് തിയേറ്ററുകളിൽ മുന്നേറുന്നു. ഇന്ന് കളക്ഷൻ വർധന നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 12 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 15 ലക്ഷത്തിനടുത്താണ്. സിനിമയുടെ കേരള ഗ്രോസ് 6 കോടിയിലേക്ക് അടുക്കുന്നു. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് 90 കോടി കളക്ഷനിലേക്ക് അടുക്കുന്നു. വിജയ് സേതുപതിയുടെ ആദ്യ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ഉറപ്പാക്കിയ മഹാരാജയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ലിമിറ്റഡ് റിലീസോടെ എത്തപ്പെട്ട സിനിമയാണല്ലോ ഗഗനാചാരി. ചിത്രം കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഇന്നലെ മുതൽ കേരളത്തിൽ സ്ക്രീൻ കൗണ്ട് വർധന നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ആദ്യമേ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഗഗനാചാരിക്ക് ആദ്യ ദിവസം കേരളത്തിൽ 10 ലക്ഷത്തിൽ താഴെയായിരുന്നു ഗ്രോസ് കളക്ഷൻ എങ്കിൽ ഇപ്പോഴത്തെ 6 ദിവസങ്ങൾ തിയേറ്ററുകളിൽ ഇന്നത്തോടെ പിന്നിടുന്ന സിനിമ 1 കോടി കേരള ഗ്രോസ് കളക്ഷനിലേക്ക് അടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുന്നു. തിയേറ്ററുകളിലെ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇവരുന്ന ശനി ഞായർ കളക്ഷൻ കൂടി മികച്ചൊരു വർധന സിനിമ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കൽക്കി എന്ന സിനിമയോടൊപ്പം ചിത്രം എത്രത്തോളം മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം നടത്തുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ ലോ ബഡ്ജറ്റ് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.